Hello everyone, welcome to Daily News Analysis by Pathways Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് നാഷണൽ എഫിഷ്യന്റ് കുക്കിംഗ് പ്രോഗ്രാം, സിക്ക വൈറസ്, അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്, ഡയറക്ട് ലിസ്റ്റിംഗ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ചസ്, റെഫ്യൂജി കൺവെൻഷൻ 1951, എയർ പൊല്യൂഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗൾഫ് ഓഫ് ഗിനി. നമുക്ക് ഓരോ ന്യൂസിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ്, നാഷണൽ എഫിഷ്യന്റ് കുക്കിംഗ് പ്രോഗ്രാം. അപ്പോൾ PIBക്കകത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ്. Energy Efficiency Services Limited, a joint venture of public sector undertakings under Ministry of Power, launched its groundbreaking National Efficient Cooking Program and Energy Efficient Fans Program, unveiled by the Union Minister for Power, New and Renewable Energy. ഇത് പറഞ്ഞ് PIBക്കകത്ത് വന്ന ഒരു ആർട്ടിക്കിളിനോടനുബന്ധിച്ചാണ്. അപ്പോൾ ബേസിക്കലി അത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കേഴ്സ്. രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് എൻവയോൺമെൻ്റലി കുറച്ചുകൂടെ ഗ്രീനർ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവാണ്, പ്ലസ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആകുന്ന ഒരു ആൾട്ടർനേറ്റീവ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ അനുബന്ധിച്ചാണ് ഇത് ന്യൂസിൽ വന്നത്. നമുക്കറിയാം, പണ്ടൊരു 2 ഡിക്കേഡ്സ് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് വീട്ടിൽ കുക്ക് ചെയ്യുന്നവർ എന്നൊക്കെ കൂടുതൽ സ്ത്രീകളായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫയർവുഡൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി LPG ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഉജ്ജ്വല സ്കീമിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ പെട്രോളിയം ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലേക്ക് ലേക്കൊക്കെ നയിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു ഗ്രീനർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ EESL, എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്, മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള PSUസിൻ്റെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ അവരാണ് ഇതിനോടനുബന്ധിച്ച് ഈ സ്കീമിൻ്റെ കാര്യങ്ങളൊക്കെ, ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ എനർജി എഫിഷ്യൻറ്റ് ഫാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ബേസിക്കലി കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം introduces an induction-based cook stoves offering a cost advantage of 25 to 30% over traditional cooking methods. അപ്പോൾ 25 മുതൽ 30% വരെ ട്രഡീഷണൽ കുക്കിംഗ് മെത്തേഡ്സിനെക്കാട്ടിലും കോസ്റ്റ് വൈസ് തന്നെ അത് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രോമിസിംഗ് ബോത്ത് എനർജി സേവിങ്സ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് കുക്കിംഗ് സൊല്യൂഷൻസ്. ബൈ ഡിപ്ലോയിങ് 20 lakh induction cook stoves across India, Energy Efficiency Services Limited seeks to reduce the environmental impacts of cooking methods, ensuring cleaner air and improved health of citizens. EESL, Energy Efficiency Services Limited, has also partnered with the Modern Energy Cooking Services for a large-scale deployment of induction cooktops. The deployment is expected to accelerate the acceptance and large-scale adoption of modern electric cooking devices in Indian kitchens. നമുക്കറിയാം, ആൾക്കാർക്ക് ചേഞ്ച് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നടന്നുകൊണ്ടിരിക്കുന്ന പാലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി മാറണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഫയർവുഡിൽ നിന്ന് ആൾക്കാരെല്ലാം ഒരുപാട് മാറി. ഇപ്പം LPG ആദ്യം വന്നപ്പോഴും ആൾക്കാർക്ക് ഒരുപാട് അപ്രിഹെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സേഫ്റ്റിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ LPG ആയി. പക്ഷെ LPGയുടെ പ്രശ്നം ഇതാണ്, സ്റ്റിൽ അതൊരു കാർബൺ ഫുട് പ്രിൻ്റ് ഒക്കെ ഉള്ള ഒരു ഫ്യൂലാണ്. പ്ലസ് അത് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി വഴി ഇൻഡക്ഷൻ കുക്ക് ടോപ്സ് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് അതിൻ്റെ പെനിട്രേഷൻ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നതാണ് ഈ നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം. അപ്പോൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനോടനുബന്ധിച്ച് നിങ്ങൾ നാട്ടിലെ അതിന് കറണ്ട് വേണം, ഇപ്പോൾ കറണ്ടിൻ്റെ പൈസ കൂടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. അത് ഇലക്ട്രിസിറ്റി കുറച്ചുകൂടെ മുന്നോട്ട് നമ്മളൊരു ലോങ് ടൈമിൽ ചിന്തിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് ഗ്രീൻ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഒരു സിനറിയോ വരും ലോങ് ടേമിൽ. അപ്പോൾ അങ്ങനത്തേക്ക് ഉള്ളത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം. നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം ഇസ് എ സബ്സെറ്റ് ഓഫ് ക്ലീൻ കുക്കിംഗ് സ്കീം. NCEP focuses on non-solar or electricity-based induction cook stoves, aligning with the Go Electric initiative by Ministry of Power. ഈ Ministry of Power, New and Renewable Energy, ഇവരുടെ ഒരുപാട് സ്കീമുകളുണ്ട്. ഈ വെഹിക്കിൾസ്, ഈ മൊബിലിറ്റി, അതിനോടൊക്കെ അനുബന്ധിച്ച്
അപ്പോൾ കുറച്ചുകൂടെ ഗോ ഇലക്ട്രിക് ഇനീഷ്യേറ്റീവ് ബൈ ദ മിനിസ്ട്രി ഓഫ് പവർ, EESL has already initiated efforts to promote clean and safe electric cooking to support India's Go Electric campaign and to contribute to carbon mitigation goals. നമുക്കറിയാം ഇന്ത്യ കാർബൺ ന്യൂട്രാലിറ്റി, നെറ്റ് സീറോ എമിഷൻസ് ഒക്കെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് 2070 കൂടി. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് എമിഷൻസ് കുറയ്ക്കാനും ഒക്കെ LPGയിൽ നിന്ന് കുറച്ചുകൂടെ ഗ്രീനർ ആയിട്ടുള്ള ഒരു ഫ്യൂവലിലേക്ക് പോകുന്നത് സഹായിക്കും. അതോടൊപ്പം തന്നെ അതൊരു കോസ്റ്റ് എഫിഷ്യൻറ്റും ആയിട്ടുള്ള മെത്തേഡുമാണ്. അപ്പോൾ അതാണ് എനർജി എഫിഷ്യൻ സർവീസസ് ലിമിറ്റഡ് ഒരുപാട് ഇൻഡക്ഷൻ കുക്ക് സ്റ്റൗസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെ പറ്റിയാണ് PIBക്ക് അത് വന്നത്. അപ്പോൾ ദി ഇൻഡക്ഷൻ കുക്ക് ടോപ്സ് മാർക്കറ്റ്സ് റാപ്പിഡ് ഗ്രോത്ത് ഈസ് ഡ്രിവൺ ബൈ ഇറ്റ്സ് എഫിഷ്യൻസി. നമുക്കറിയാം ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് എഫിഷ്യൻസി, ടെക്നോളജി ആൻഡ് എസ്തെറ്റിക് അപ്പീൽ. നമുക്കറിയാം മറ്റേതിനെ പോലത്തെ തീയ്, പണ്ടത്തെ വിറകടുപ്പുകളായിരുന്നുണ്ടായിരുന്നെങ്കിൽ തീയ, പുക, കരി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്നവർക്കും ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. LPG വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ തന്നെ മാറിക്കിട്ടി. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ തീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഈ പറയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള തീയോ സേഫ്റ്റി കൺസേൺസോ ഒന്നുമില്ല. With over 10 million units sold in 2021-2022, increased demand is attributed to factors like modular kitchens, rising LPG cost. LPG സിലിണ്ടറിൻ്റെ വില കൂടുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്രോളിയം ക്രൂഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ആൻഡ് ദ വേഴ്സറ്റാലിറ്റി ഓഫ് കുക്കിംഗ് വിത്ത് ഇൻഡക്ഷൻ. മറ്റേത് വളരെ എന്താണ് പറയുന്നത്, കൺവീനിയൻ്റ് ആണ്. നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ബാഗ് വെച്ചുകൊണ്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എടുത്തുകൊണ്ട് പോകാവുന്നേ ഉള്ളൂ. എവിടെയാണെന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്, അവിടെ പ്ലഗ് ചെയ്ത് നമുക്ക് അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വെസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അവിടെ കുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ടൈമും കുറവാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ആർ ലീഡിംഗ് ഇൻ സെയിൽസ്, വൈൽ പോർട്ടബിലിറ്റി, കൺവീനിയൻസ് ആൻഡ് സേഫ്റ്റി മേക്സ് ഇൻഡക്ഷൻ സ്റ്റൗസ് increasingly popular. They are seen as an efficient and safer alternative to traditional gas and electric stoves, contributing to market steady expansion. Additionally, induction cooking adoption in various food outlets and the growing awareness of its benefits are fueling its growth. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞ പോലെ ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകമുണ്ട്, അതുപോലെ വ്യാവസായിക വാണിജ്യ ഉപയോഗത്തിന്. ഇപ്പോൾ ഹോട്ടൽ, റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്നവരുടെ ഒരു മെയിൻ കൺസേൺ ആണ് അതിന് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നു. കമ്പയർഡ് ടു ഡൊമസ്റ്റിക് പർപ്പസിനുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ റൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും അവർ ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളിലേക്കൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക്, കോസ്റ്റ് വൈസും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് പോകും. അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി EESL എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം. അപ്പോൾ ജസ്റ്റ് ഈ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എല്ലാ പാത്രവും നിങ്ങൾക്ക് തന്നെ അറിയാം. അലുമിനിയം പാത്രം ഒന്നും നമുക്ക് ഇതിൽ വെച്ച് ചൂടാക്കാൻ പറ്റില്ല, ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെച്ച് ചൂടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പഴയ ചീനച്ചട്ടി പോലത്തെ സാധനങ്ങൾ, ഒരു ഫ്ലാറ്റ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ഫ്ലാറ്റ് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പാന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിൽ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ കർവ്ഡ് ആയിട്ടുള്ള ബോട്ടം ഉള്ളതിനൊക്കെ കുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ അസ് ഓഫ് നൗ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നല്ല, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ പോലെ. So how does induction cooking work? Induction cooking heats a cooking vessel by electrical induction. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇൻസ്റ്റഡ് ബൈ തെർമൽ കണ്ടക്ഷൻ ഫ്രം എ ഫ്ലെയിം. നമുക്കറിയാം ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ കത്തി ആ തീയുടെ ചൂട് പാത്രത്തിലേക്ക് വന്ന് തെർമൽ കണ്ടക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ ആണ്. The cooking vessel must be made of or contain a ferromagnetic material such as cast iron or stainless steel. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തെ ഒരു ഇമ്പോർട്ടൻ്റ്. നമുക്ക് അലുമിനിയം വെസൽ അങ്ങനത്തെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില സാധനങ്ങളൊന്നും, ചില വെസൽസ് ഒന്നും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഹീറ്റ് ഈസ് കമ്മിങ് ഫ്രം വിതിൻ ദ പാൻ, മേക്കിംഗ് ദിസ് മെത്തേഡ് ഓഫ് കുക്കിംഗ് എ ലോട്ട് മോർ എഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ പാൻ ഓഫ് വാട്ടർ വിൽ ബോയിൽ ഇൻ നിയർലി ഹാഫ് ദ ടൈം
ദാറ്റ് ഇറ്റ് വുഡ് ടേക്ക് ഓൺ എ നോർമൽ ഗ്യാസ് നോബ്. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഇത് വരും. ടേസ്റ്റിനും അങ്ങനത്തെ പ്രശ്നങ്ങളും വേറെ ഒന്നുമില്ല. കുറച്ചുകൂടി ഈവൻ ഹീറ്റിംഗ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഡ്ഡി കറൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നത്. ഇത്രയൊന്നും ഡീറ്റെയിൽഡ് പോയില്ലെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നിലവിൽ അസ് ഓഫ് നൗ ഉള്ളത് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ അസ് ഓഫ് നൗ അല്ല എപ്പോഴാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലുമിനിയം പാത്രങ്ങളൊന്നും പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ബേസ് ആണ് എപ്പോഴും അതിൻ്റെ നല്ലത്. അപ്പോൾ ഇങ്ങനെ ചീനച്ചട്ടി പോലെയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടാണ്. സോ അടുത്ത ന്യൂസ് സിക്ക വൈറസ്. അപ്പോൾ ഇത് എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർണാടക സ്റ്റെപ്സ് അപ്പ് സർവൈലൻസ് ആഫ്റ്റർ ഡിറ്റക്ഷൻ ഓഫ് സിക്ക വൈറസ് ഇൻ മോസ്കിറ്റോ പോൾ ഇൻ ചിക്ബല്ലാപൂർ. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അല്ല, ഹ്യൂമൻ പോപ്പുലേഷൻ്റെ അകത്തല്ല, റൊട്ടീൻ ആയിട്ടുള്ള സർവൈലൻസ് ഒക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ റൊട്ടീൻ ആയിട്ടുള്ള സർവൈലൻസിൻ്റെ അകത്ത് ഈ സിക്ക വൈറസിൻ്റെ പ്രസൻസ് കൊതുകുകളിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ സർവൈലൻസ് മെക്കാനിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചു. അതാണ് ന്യൂസ് വന്നത്. ഇപ്പോൾ as of now ആൾക്കാർക്ക് മനുഷ്യരിൽ ഇത് കർണാടകയിൽ as of now അവിടെ അത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. കുറച്ച് പേരുടെ സാമ്പിളുകളൊക്കെ NIV-യിലേക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് അവൈറ്റഡ് ആണ്. പക്ഷേ മോസ്കിറ്റോസിൽ ഈ സിക്ക വൈറസിൻ്റെ പ്രസൻസ് ഒരു ജനറൽ സർവൈലൻസിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ നല്ലപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സിക്ക വൈറസ് എന്നൊക്കെ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ സിക്ക വൈറസ് നമ്മുടെ ഡെങ്കി, ചിക്കൻ ഗുനിയ ഒക്കെ ഉള്ള പോലെ തന്നെ ഉള്ള ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഒരു കൊതുകുജന്യ രോഗമാണ്. അപ്പോൾ ഇറ്റ്സ് എ മോസ്കിറ്റോ ബോൺ വൈറസ് ദാറ്റ് വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ഇൻ ദ സിക്ക ഫോറസ്റ്റ് ഓഫ് ഉഗാണ്ട in 1947. Hence the name Zika virus. It is primarily transmitted to humans through the bite of infected Aedes mosquitoes, particularly Aedes aegypti and Aedes albopictus. നമുക്കറിയാം ഈഡിസ് ഈജിപ്തി ഒക്കെ തന്നെയാണ് ഡെങ്കി, ചിക്കൻ ഗുനിയയുടെ ഒക്കെ പകൽ സമയങ്ങളിൽ കടിക്കുന്ന കൊതുകുകളാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി ഓർ ചൈൽഡ് ബർത്ത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നവും. നിങ്ങൾ മൈക്രോസെഫാലി ഒക്കെ കേട്ടിട്ട് കാണും. ഇപ്പോൾ സിക്ക വൈറസിൻ്റെ ഒക്കെ ഒരു മെയിൻ പ്രശ്നം അത് ബാധിക്കുന്നവരെ മാത്രമൊന്നുമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിനെയൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞാൽ, സിക്ക വൈറസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ന്യൂബോണിൽ അല്ലെങ്കിൽ ആ ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാകും. ഒരു ഉദാഹരണമാണ് മൈക്രോസെഫാലി. നിങ്ങൾ സിക്ക വൈറസ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ആഫ്രിക്കയിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് ഇമേജസ് ഒക്കെ കണ്ടിട്ട് കാണും. അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സൈസുള്ള തലകളുള്ള കുട്ടികളൊക്കെ, ഇതാണ് മൈക്രോസെഫാലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണ് സിക്ക വൈറസ് ഇൻഫെക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ എൻഡോസൾഫാൻ്റെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ജനറേഷനാണ് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. ട്രോപ്പിക്കൽ റീജിയൻസിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സിക്ക വൈറസ് മോസ്കിറ്റോസിൽ അതിൻ്റെ പ്രസൻസ് കർണാടകയിൽ ഒരു റൊട്ടീൻ സർവൈലൻസിൽ ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ അവിടെ കൺട്രോൾ മെഷേഴ്സൊക്കെ ഊർജിതപ്പെടുത്തി. അത്രേ ഉള്ളൂ. അപ്പോൾ മെനി പീപ്പിൾ ഇൻഫെക്റ്റഡ് വിത്ത് ദിസ് വൈറസ് ഡു നോട്ട് എക്സ്പീരിയൻസ് എനി സിംറ്റംസ്. അസിംറ്റമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫെക്റ്റഡ് ആകുന്ന ആ ആൾക്ക് തന്നെ അല്ല പ്രശ്നം വരുന്നത്, ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ജനറേഷനിലേക്കാണ് വരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. വെൻ സിംറ്റംസ് ഡു ഓക്കർ ദേ ആർ ഓഫൺ മൈൽഡ് ആൻഡ് ഇൻക്ലൂഡ് ഫീവർ, റാഷ്, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ഹെഡ് ഏക്ക് ആൻഡ് റെഡ് ഐസ്, കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പം ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അഫക്റ്റഡ് ആകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. Symptoms typically appear 2 to 7 days after being bitten by an infected mosquito and can last for several days to a week. What are the complications? The virus infection is usually mild. It can have serious consequences for pregnant women and their babies. നിങ്ങൾ ആ ഇമേജസ് ഒക്കെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ആയിരുന്നു. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വലിയ തലയോട് കൂടിയ കുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഫ്രിക്കൻ ഔട്ട് ബ്രേക്കിൽ നിങ്ങൾ സിക്ക വൈറസ് ഔട്ട് ബ്രേക്കിൽ നിങ്ങൾ ഇമേജസ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇൻഫെക്ഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി ക്യാൻ ലീഡ് ടു ബർത്ത് ഡിഫെക്ട്സ് സച്ച് ആസ് മൈക്രോസെഫാലി as well as other neurological disorders in the baby. It has also been linked to Guillain-Barré syndrome, a rare autoimmune disorder that can lead to muscle weakness and paralysis. ഇത് ബേസിക്കലി
ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മുടെ പെരിഫറൽ നെർവ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ദർ ഈസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ടു സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഓർ ഡിസീസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഡെങ്കി പോലെ തന്നെ ചിക്കൻ ഗുനിയ പോലെയൊക്കെ തന്നെ ഈഡിസ് കൊതുകുകൾ പരത്തുന്നതാണ്. അത് പകൽ സമയത്താണ് കടിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UNEP നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UNEP. ഇപ്പോൾ UNEP ആനുവലി ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്. ഈ വർഷത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ കവർ പേജ് തന്നെയാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2023. അപ്പം റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയായിരുന്നു? അണ്ടർ ഫിനാൻസ്ഡ്, അണ്ടർ പ്രിപ്പയർഡ്, ഇനാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ഓൺ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ലീവ്സ് വേൾഡ് എക്സ്പോസ്ഡ്. ആ റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജാണ്. അവരുടെ UNEPയുടെ സൈറ്റിലൊക്കെ തന്നെ ഉണ്ട്. PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബേസിക്കലി അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡൗൺ ടു എർത്തിൻ്റെ അകത്ത് വന്ന ഒരു ആർട്ടിക്കിളിനോടനുബന്ധിച്ച് വന്ന ഒരു ന്യൂസ്, അതിനോടനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ്ഡ് ആനുവലി ബൈ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. The adaptation gap, the difference between estimated financing needs and costs of adapting to climate change and finance flows in developing countries, is growing even as climate changes continues to wreak havoc, according to the 2023 adaptation gap report. Basically ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്ട്സും ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ ഫണ്ട് വേണ്ടി വരും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൺസൂൺസ് ഇറാറ്റിക് ആകുന്നു. അപ്പോൾ അത് കാരണമുള്ള ലോസുകൾ, അപ്പോൾ അത് കാരണം ക്രോപ്പിംഗ് പാറ്റേൺസിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കേണ്ട ചേഞ്ചുകൾ, ഡയറ്ററി ഹാബിറ്റ്സിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചുകൾ, അതിനോടൊക്കെ അനുബന്ധിച്ച് വരുന്ന ആ മോണിറ്ററി സാധനങ്ങളാണ് അഡാപ്റ്റേഷൻ ഫണ്ട്. അപ്പോൾ ആ നീഡും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടും തമ്മിലുള്ള ഗ്യാപ്പാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ്. അതിൻ്റെ റിപ്പോർട്ടാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് കൂടിക്കൊണ്ട് വരുവാണ്. ഈവൻ ദോ ഇപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ പീക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് കുറഞ്ഞു, അതായത് ആ നീഡും വരുന്ന ഫണ്ടിങ്ങും അസ്പാർ മാച്ചായിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ അത് വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യത്യാസം. അതാണ് അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് പറയുന്നത്. സോ കൺട്രീസ് നീഡ് ഫിനാൻസിങ് ഓഫ് 215 billion to 387 billion every year to adapt to climate change. അപ്പോൾ ഇത്രയും അവരുടെ ഒരു മോണിറ്ററി ഇവാലുവേഷൻ പ്രകാരം $215 billion to $387 billion വേണം രാജ്യങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് റിക്വയർമെൻറ്റ്. ഈ റിക്വയർമെൻറ്റിനോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെറും 11%, മീൻസ് 11 മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 10% ഉള്ളൂ. അപ്പോൾ ബട്ട് ദേ ഹാവ് ബീൻ റിസീവിംഗ് $21.3 billion only. The report released by the United Nations Environment Program highlighted developing countries will require $387 billion per year for the next decade to implement projects that will assist them in adapting to climate change. അപ്പോൾ ഈ ഒരു റേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രീസിൻ്റെ ടെക് ഡെവലപ്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഡെവലപ്ഡ് കൺട്രീസ് ടു ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ $387 billion വേണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ 1/10 ഒക്കെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രീസ് വിൽ റിക്വയർ $387 per year for the next decade to implement projects that will assist them in adapting climate change, the report said. The figure makes up between 0.6% to 1% of all developing countries' GDPs combined. അപ്പോൾ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് ഇൻഡെക്സ്, അഡാപ്റ്റേഷൻ ഫണ്ട് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺസിക്വൻസ്, നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ചിലപ്പോൾ കേട്ടിട്ട് കാണും. ഈ എൻവയോൺമെൻറ്റിൻ്റെ മോണിറ്ററി വാല്യൂ, ഫോറസ്റ്റിൻ്റെ ഒക്കെ മോണിറ്ററി വാല്യൂ, അതൊക്കെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മരത്തിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തണലിൽ നിന്നുള്ള മാത്രമല്ലാതെ അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ ഒക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻവയോൺമെൻറ്റിൻ്റെ അത് പഠിക്കുന്നതാണ്. അപ്പോൾ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 റിലീസ്ഡ് ആയിട്ടുണ്ട്. അണ്ടർ ഫിനാൻസ്ഡ്, അണ്ടർ പ്രിപ്പയർഡ്, നമ്മൾ പ്രിപ്പയർഡ് അല്ല ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ
ക്രൈസിസിന് നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ വൈൽഡ് ഫയർ ഒക്കെ നടന്നു. അങ്ങനെ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ലൈമറ്റ് കറ്റാസ്ട്രോഫീസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഫ്ലാഷ് ഫ്ലഡ്, ഇറാറ്റിക് ആയിട്ടുള്ള റെയിൻഫോള്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കൂടെ ഈ റിപ്പോർട്ടൊന്ന് നോക്കി വെക്കാൻ ശ്രമിക്കുക. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ UNEP പുറത്തുവിടുന്ന വേറെ റിപ്പോർട്ടുകളാണ് എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്, ആനുവലി വരുന്നതാണ്. ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്ക്, ടേണിംഗ് ഓഫ് ദ ടാപ്പ്, ഹൗ ദ വേൾഡ് ക്യാൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് ക്രിയേറ്റ് എ സർക്കുലർ എക്കണോമി. ഇത് ഈയിടെ ഒരു മെയ് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് റിലീസ് ചെയ്ത ഒരു റിപ്പോർട്ടാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതിനെതിരെ മീൻസ് അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം, അങ്ങനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UN-ൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ അവർ എൻവയോൺമെൻറ്റൽ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് വന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഡയറക്റ്റ് ലിസ്റ്റിംഗ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ചസ്. ഇത് നിങ്ങളൊരു കുറച്ച് നാളായിട്ട് തന്നെ ഇതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസിന് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ഇനി മുതൽ ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്നുള്ള ക്യാപിറ്റലും അവർക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ആംബിഗ്വിറ്റി ഉണ്ട്. ഏതൊക്കെ ഇന്ത്യൻ കമ്പനീസ് എന്നാണെന്നുള്ള പറയുന്നില്ല, അതതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നിരുന്നാൽ പോലും ദ ഗവൺമെൻറ് റീസെൻ്റ്ലി പെർമിറ്റഡ് സർട്ടൻ ഇന്ത്യൻ കമ്പനീസ്, ഇതാണ് അതിൻ്റെ പ്രശ്നം. സർട്ടൻ എന്നുള്ളത് അതിൻ്റെ ക്രൈറ്റീരിയ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടില്ല. മേ ബി ഉടനെ തന്നെ പറയുമായിരിക്കും. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ കമ്പനീസിൻ്റെ ഇടയിൽ. സോ ദ ഗവൺമെൻറ് റീസെൻ്റ്ലി പെർമിറ്റഡ് സർട്ടൻ ഇന്ത്യൻ കമ്പനീസ് ടു ഡയറക്ട്ലി ലിസ്റ്റ് ഓൺ സെലക്ട് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, എ മൂവ് വിച്ച് വിൽ അലൗ ദ കമ്പനീസ് ടു ആക്സസ് ഗ്ലോബൽ ക്യാപിറ്റൽ ആൻഡ് ബൂസ്റ്റ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ വേറെ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഷെയറുകൾ, കമ്പനിയുടെ ഷെയറുകൾ അവിടുത്തെ ആൾക്കാർക്ക് അപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, കൂടുതൽ ക്യാപിറ്റൽ അവരിലേക്ക് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവ് വഴി നടക്കുന്നത്. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ കമ്പനീസിന് ചെയ്യാൻ പറ്റുന്നത് depository receipts. At present, domestic listed companies are using depository receipts, American depository receipts or global depository receipts for listing in the overseas market. ഇതായിരുന്നു നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ കമ്പനീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഡയറക്റ്റ് ലിസ്റ്റിംഗ് അലോ ചെയ്തു. ഇപ്പം ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്കകത്ത് പഠിക്കുന്നതാണ്. ഗ്ലോബൽ എനി സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നും, ഓരോ കൺട്രി സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴത്തേക്കുമാണ്, ഇപ്പോൾ അമേരിക്ക സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴാണ് ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത് ബേസിക്കലി ആ രാജ്യത്തിന് പുറത്തുള്ള സ്റ്റാർട്ടപ്സിലോ കമ്പനീസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു ടൂളായിരുന്നു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതിന് പകരം ഇപ്പം നമുക്ക് ഇനി മുതൽ നേരെ ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം സച്ച് ലിസ്റ്റിംഗ്സ് വിൽ ഇനീഷ്യലി ബി അലൗഡ് ഓൺലി ത്രൂ ഗിഫ്റ്റ് സിറ്റി IFSC. അപ്പം നിങ്ങൾ ഈ ഗിഫ്റ്റ് സിറ്റിയെ പറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് കാണും. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി, ഇപ്പോഴത്തെ നമ്മുടെ PM നരേന്ദ്രമോദി ഗുജറാത്ത് CM ആയിരുന്ന സമയത്ത് എൻവിഷൻ ചെയ്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഗിഫ്റ്റ് ഇന്റർനാഷണൽ ഫിനാൻസ് സർവീസസ് സെന്റർ ഇസ് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ, സെസ്. നമുക്കറിയാം അതിൻ്റെ അവർക്കുള്ള ബെനിഫിറ്റ്സ്, സ്പെഷ്യൽ റൂൾസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള അറിയാം. സെറ്റപ്പ് ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പം ഇനീഷ്യലി അത് ഗിഫ്റ്റ് സിറ്റി IFSC വഴി മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഗിഫ്റ്റ് IFSC is regulated by the International Financial Services Centers Authority and independent regulator exclusive to the zone. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റി അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ലോക്സഭയിലാണ് ബില്ല് വന്നിരിക്കുന്നത്. അതിനോട് അമെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ, ഈ ഒരു പെർമിഷൻ പുതുതായിട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. Ministry of Corporate Affairs ആണ്. The Ministry of Corporate Affairs in a notification said the provisions for direct listing of Indian companies, which was announced in the Companies Amendment Bill 2020, comes into effect from October 30. അപ്പോൾ ഒക്ടോബർ 30 മുതൽ ഇന്ത്യൻ കമ്പനീസിന് ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ, അപ്പോൾ ഈ അമെൻഡ്മെൻ്റ് ആണ് അതിന് വഴിവെച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ ആംബിഗ്വിറ്റി ഉണ്ട്. സർട്ടൻ ഇന്ത്യൻ കമ്പനീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സർട്ടൻ ഏതൊക്കെ ഇന്ത്യൻ കമ്പനീസിന്, ഇപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ പറ്റുമോ
അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ, ക്രൈറ്റീരിയ വല്ലതും വെക്കുമോ എന്നുള്ളത് ആസ് ഓഫ് നൗ വന്നിരിക്കുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലിയർ അല്ല. അവർ മേ ബി അത് അധികം താമസിക്കാതെ തന്നെ ക്ലിയർ ആക്കും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവാണ്. അടുത്തത് റെഫ്യൂജി കൺവെൻഷൻ 1951. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഇപ്പോഴത്തെ ന്യൂസിനോടനുബന്ധിച്ച് കറണ്ട് അഫയേഴ്സിൽ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്തെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നതാണ് പാക് ഓപ്പൺസ് മോർ ബോർഡർ സെൻറ്റേഴ്സ് ടു സ്പർ റിട്ടേൺ ഓഫ് അഫ്ഗാൻ മൈഗ്രൻസ്. അപ്പോൾ അഫ്ഗാൻസ് ഇൻ ടോട്ടൽ ഇൻ ദ എക്സോഡസ് 1,47,949, almost 1,50,000 Afghans in total have crossed the Torkham border crossing since the government announced the deadline. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ടേക്ക് ഓവറിനും അതിന് മുമ്പും ഒക്കെ ആയിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്ന റെഫ്യൂജീസ്, അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു ഡെഡ് ലൈൻ കൊടുത്തു, നിങ്ങൾ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെന്നും പറഞ്ഞു. അപ്പോൾ അതിനെതിരെ യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഓരോ പാകിസ്ഥാനോട് അത് റേറ്റിംഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു മാനുഷിക പരിഗണനയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഡെഡ് ലൈൻ കൊടുത്തു. ആ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ അവരോടെല്ലാവരോടും തിരിച്ച് പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന അഫ്ഗാൻ പീപ്പിളിനോടെല്ലാം തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് അവരുടെ രാജ്യത്തേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞൊരു അൾട്ടിമേറ്റം ഒക്കെ കൊടുത്തു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1,47,949 അഫ്ഗാൻസിനെ അവർ ഈ പറഞ്ഞ പോലെ തിരിച്ച് പാകിസ്ഥാനിലുണ്ടായിരുന്ന അഫ്ഗാൻസിനെ അവർ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് വിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ തന്നെ പറയുന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തിനാണ് ഈ റെഫ്യൂജി കൺവെൻഷൻ 1951 ഇതിനോടനുബന്ധിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1951 റെഫ്യൂജി കൺവെൻഷൻ ആണ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഡെഫിനേഷൻ ഓഫ് എ റെഫ്യൂജി പറയുന്നത്. ആൻഡ് ഔട്ട്ലൈൻസ് ദ ലീഗൽ പ്രൊട്ടക്ഷൻ, റൈറ്റ്സ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് എ റെഫ്യൂജി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റെഫ്യൂജി കൺവെൻഷൻ 1951 റെഫ്യൂജി ആരാണ്, പൊളിറ്റിക്കൽ റെഫ്യൂജി, റിലീജിയസ് ഇൻടോളറൻസ് കാരണമുള്ള റെഫ്യൂജി. അപ്പോൾ റെഫ്യൂജി ആരാണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനൊക്കെ വരുന്നത് 1951 റെഫ്യൂജി കൺവെൻഷൻ പ്രകാരമാണ്. ന്യൂസിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഇവിടെയുള്ള അഫ്ഗാൻ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ താലിബാൻ ടേക്ക് ഓവറിന് ശേഷവും അതിന് മുമ്പും ഒക്കെ ആയിട്ട് വന്നിരുന്നവരെ കമ്പൽസറി ആയിട്ടും രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ബോർഡറിലെ കാര്യമാണ്, ഒരു പിക്ചറാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് ദോസ് അറൈവിങ് ഇൻ അഫ്ഗാനിസ്ഥാൻ കംപ്ലൈൻറ്റ് ഓഫ് ഹാർഡ്ഷിപ്സ്, അപ്പോൾ തിരിച്ച് അവിടെ ചെല്ലുന്നവർക്കും അത്ര സുഖകരമാകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ വർഷങ്ങളായിട്ട് തന്നെ പാകിസ്ഥാനിൽ കുടിയേറി കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്കാരെ അവർ ഫോഴ്സ്ഫുള്ളി എവിക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ UN പല രാജ്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനോട് അതൊന്ന് റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവർ റേറ്റിംഗ് ഒന്നും ചെയ്തില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 1.5 lakhs അഫ്ഗാൻസിനെ ഇപ്പോൾ തന്നെ ഇവർ ഡിപ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സ്ഫുള്ളി എവിക്റ്റ് ചെയ്തു. ഇനിയും ആൾക്കാരുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ റെഫ്യൂജി കൺവെൻഷൻ 1951 ആ റെഫ്യൂജി കൺവെൻഷനിലാണ് റെഫ്യൂജി ആരാണ്, അഭയാർത്ഥി റെഫ്യൂജി ആരാണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനും അവർക്കുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ, റൈറ്റ്സ്, അസിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് റെഫ്യൂജി കൺവെൻഷൻ 1951 അടുത്തത് എയർ പൊല്യൂഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇത് നിങ്ങൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം ഇപ്പോൾ ഡൽഹിയിലുള്ള എയർ പൊല്യൂഷന്, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് തന്നെ ഡൽഹിയുടെ എയർ പൊല്യൂഷൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടി തന്നെ 2-3 പിക്ചേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുംബൈയിലെ എയർ പൊല്യൂഷനെ പറ്റിയും പറയുന്നുണ്ട്, അതിൻ്റെ സൊല്യൂഷൻസിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ ഭയങ്കര കുപ്രസിദ്ധമാണ്. ഇപ്പോൾ അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡിറ്റീരിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ വർഷവും ഡൽഹിയിൽ വിൻ്ററോടനുബന്ധിക്കുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നതാണ്. പിന്നെ പല കാരണങ്ങളുണ്ട്, സ്റ്റബിൾ ബേണിങ്, അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോഴും അസ് ഓഫ് നൗ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഇൻ ജനറൽ പറയുന്നത് എയർ പൊല്യൂഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അത് നിങ്ങൾ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്.
The RBI's Department of Economic Policy Research, DEPR, Department of Economic Policy Research, said in its latest report of Currency and Finance 2022-2023 that up to 4.5% of India's GDP could be at risk by 2030 due to lost labor hours from climate change issues, including extreme heat and humidity. അതായത് ഈ പറഞ്ഞ പോലെ എയർ പൊല്യൂഷന്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എക്കണോമിക് സൈഡിലും വരും. അതാണ് ഇത് കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്കൂളുകളൊക്കെ അടച്ചിടേണ്ട ഒരവസ്ഥ വരുക, അല്ലെന്നുണ്ടെങ്കിൽ എയർ പൊല്യൂഷൻ അതിൻ്റെ സിവിയർ ഫോമിൽ എത്തുമ്പോഴത്തേക്കും ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടുതലും അകത്തിരിക്കാനും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ വരും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് അവരുടെ എക്കണോമിക് ബിസിനസ്സിനെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ബാധിക്കും. ഫോർ ഏരിയാസ് ഓഫ് ഇമ്പാക്റ്റ്: പ്രൊഡക്ടിവിറ്റി കോസ്റ്റ് ബിയോണ്ട് ആബ്സെൻറ്റീസം, അതായത് ആൾക്കാർക്ക് അസുഖം വന്നും അല്ലാതെയും പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് വരാതിരിക്കുന്നത് കൊണ്ടുള്ള ലേബർ അവേഴ്സിലുള്ള ലോസ് ഉണ്ട്. Employees may tend to overwork to compensate for lost time, resulting in burnouts, difficulty in attracting talent. Sectors that rely on mental output like investment banking and software development are extra vulnerable. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ പറയുന്ന പോലെ പുറത്ത് ഭയങ്കര എന്താ പറയുന്നത് സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു വെതർ ആണെന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതുപോലെ തന്നെ ഡിക്ലൈൻ ഇൻ കൺസംഷൻ എക്കണോമി. വെൻ ദെയർ ഈസ് ബട്ട് പീപ്പിൾ ടെൻഡ് ടു സ്റ്റേ ഇൻഡോർസ്. In 2019, consumer-facing businesses have gained 22 billion in revenue, could have gained 22 billion dollars in revenue if pollution levels were improved. പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടുതൽ വെളിയിലിറങ്ങും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഈറ്റിംഗ് ഔട്ട്സ്, ഭയങ്കര സിവിയർ എയർ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊന്നും പുറത്തിറങ്ങില്ല. കാരണം ഡൽഹിയിലെ എയർ പൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ പറഞ്ഞ പോലെ ആൾക്കാരെ ഒന്നും നമുക്ക് ഭയങ്കര എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതാണൊരു സൂചിക, ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒറ്റയൊക്കെ ഇരട്ടയൊക്കെ നമ്പറുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ഇനിയും ഡൽഹിയുടെ മാത്രമല്ല പറയുന്നത്, മോർ ദാൻ 20 ഓഫ് ദ വേൾഡ്സ് 30 cities with the worst air pollution are in India. ഡൽഹിയുടെ മാത്രം കാര്യമല്ല പറയുന്നത്. ഡൽഹി ഹാസ് ദ പൂറസ്റ്റ് എയർ ക്വാളിറ്റി എമംഗ് സിറ്റീസ് ഗ്ലോബലി വിത്ത് PM 2.5 concentration nearly at 10 times the WHO target. PM 2.5 particulate matter, അതായത് WHO കൊടുത്തിരിക്കുന്ന നമ്മുടെ ആ ലിമിറ്റിനേക്കാളും 10 ഇരട്ടിയോളം കൂടുതലാണ് ഡൽഹിയിലെ ചിലപ്പോഴത്തെ PM particulate matter level. The Lancet had listed Delhi as the city with the highest level of per capita economic loss due to pollution among major Indian cities. അപ്പോൾ ആ പൊല്യൂഷൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും അത് ബാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് റെഡ്യൂസ് ലൈഫ് സ്പാൻ ഫോർ ബിസിനസ് അസറ്റ്സ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് അതർ പൊല്യൂട്ടൻസ് ക്വിക്കൻ ദ ഡിഗ്രഡേഷൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ടറി വിച്ച് ഹിറ്റ്സ് IT അസറ്റ്സ്. എയർബോൺ പൊല്യൂട്ടൻസ് കോസ് എ 5 to 12% ലോസ് ഇൻ അഗ്രികൾച്ചർ yields. ഈ പൊല്യൂഷൻ കൂടുന്നു, ഇതിങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് വരുവാണ്. പൊല്യൂഷൻ കൂടുന്നു, അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഈ പറഞ്ഞ പോലെ ആസിഡ് റെയിന്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊറോഷന്, ഡീഗ്രഡേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിങ്ങനെ റീഇൻഫോഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഷ്യലായിട്ടുള്ളതും ഹെൽത്ത് ആയിട്ടുള്ളതും ഇമ്പാക്റ്റ് വേറെ, അതിനോട് ഉള്ള എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. ഇനി എക്കണോമിക് ടോൾ ഫ്രം പ്രീമച്വർ ഡെത്ത്. എയർ പൊല്യൂഷൻ വാസ് റെസ്പോൺസിബിൾ ഫോർ 18% ഓഫ് ഓൾ ഡെത്ത്സ് ഇൻ ഇന്ത്യ ഇൻ 2019, ട്രാൻസ്ലേറ്റിംഗ് ടു എ ലോസ് ഓഫ് 3.8 million വർക്ക് ഡേയ്സ്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സഫോക്കേഷൻ കാരണം ഉണ്ടാകുന്ന അസച്ച് വരുന്ന പെട്ടെന്നുള്ള ഡെത്ത് അല്ല, അതിനോടനുബന്ധിച്ച് വരുന്ന ഇപ്പോൾ നമുക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ്, അങ്ങനത്തെ ഒക്യുപേഷണൽ ഹസാർഡ് രോഗങ്ങളൊക്കെ കൂടുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ആൾക്കാരുടെ ലൈഫ് സ്പാനും വർക്കിംഗ് എബിലിറ്റി ഒക്കെ കുറയുന്നു. അതോടൊപ്പം മാൻ പവറിൻ്റെ വർക്കിംഗ് അവേഴ്സ് കുറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻ ഇൻ ജനറൽ എയർ പൊല്യൂഷൻ്റെ അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റും കൊടുക്കുന്നത്. നല്ലൊരു ആർട്ടിക്കിളാണ്, വായിച്ചു നോക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ ഡേറ്റ ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മെയിൻസിനോട് അനുബന്ധിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഡേറ്റ ഒക്കെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBIയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ചിൻ്റെ ഡേറ്റ ഉണ്ട്, ലാൻസെറ്റ് പറയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പല ജേർണൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ആർട്ടിക്കിളാണ്, വായിച്ചു നോക്കാൻ ശ്രമിക്കുക.
അടുത്തത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗൾഫ് ഓഫ് ഗിനിയ. അപ്പോൾ ബേസിക്കലി എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യ ക്യാരി ഔട്ട് മെയ്ഡൻ ജോയിന്റ് നേവൽ എക്സസൈസ്. യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയുടെ ഒരു മെയ്ഡൻ ജോയിന്റ് നേവൽ എക്സസൈസ് ഗൾഫ് ഓഫ് ഗിനിയ. ഗൾഫ് ഓഫ് ഗിനിയ നിങ്ങൾക്കറിയാം ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിലുള്ളതാണ്, അറ്റ്ലാന്റിക് ഓഷനോട് ചേർന്ന് കിടക്കുന്നത്. അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നേവൽ എക്സസൈസ്. അപ്പോൾ ജസ്റ്റ് ഗൾഫ് ഓഫ് ഗിനിയ എവിടെയാണെന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കുക. ഇതാണ് ഗൾഫ് ഓഫ് ഗിനിയ റീജിയൻ. ഗൾഫ് ഓഫ് ഗിനിയ നമുക്കറിയാം ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിലാണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇവിടെയാണ് നമ്മുടെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നേവൽ എക്സസൈസ്. അപ്പം അതിനോടനുബന്ധിച്ച് അവിടെയുള്ള കൺട്രീസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക ഏതൊക്കെയാണ് ആ ഗൾഫ് ഓഫ് ഗിനിയെ ഫേസ് ചെയ്ത് വരുന്ന കൺട്രീസ് എന്നൊക്കെ. ഗാന, നൈജീരിയ, കാമറൂൺ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗൈബൺ, ഇതൊക്കെയാണ് ഈ ഗൾഫ് ഓഫ് ഗിനിയെ ഫേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ഗിനിയ നമ്മുടെ ന്യൂസിൽ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയുടെ ഒരു ജോയിന്റ് നേവൽ എക്സസൈസ് നടന്നു. ഇനാഗ്രൽ വെർഷൻ ആയിരുന്നു, മെയ്ഡൻ ആദ്യത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം യൂറോപ്യൻ യൂണിയൻ്റെ, ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും ഇറ്റലിയുടെയും സ്പെയിൻ്റെയും ഒക്കെ കൊടികൾ പിടിച്ചിട്ട് നാവികർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. PIBക്കകത്ത് തന്നെ വന്നിരുന്നതാണ്. The exercise reflected the breadth and dynamism of EU-India cooperation on maritime security and signaled the common determination to uphold the United Nations Convention on Law of Seas. അപ്പോൾ ഈ ഒരു ജോയിന്റ് എക്സസൈസ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ടൈസ്, അതുപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റി, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ്. നിങ്ങൾ പല പല കൺവെൻഷൻസ് പഠിക്കുന്നതാണ്. ഈ ലോ ഓഫ് സീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രിയുടെ ടെറിട്ടോറിയൽ അതോറിറ്റിയിലുള്ള എത്ര ദൂരമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു ബഹുമാനവും കാര്യങ്ങളും എല്ലാം വെച്ചതുകൊണ്ട് തന്നെ അതൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ജോയിന്റ് നേവൽ എക്സസൈസ്. അപ്പോൾ അത് നടന്നത് ഗൾഫ് ഓഫ് ഗിനിയയിലാണ്. ഗൾഫ് ഓഫ് ഗിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിലുള്ള ഭാഗമാണ് ഗൾഫ് ഓഫ് ഗിനിയ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.